ഹലോ, ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ, അതും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. കുറേ ദിവസമായില്ല നമ്മൾ എയർ ഫ്രയർ വാങ്ങിക്കൊണ്ടുവന്നിട്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എയർ ഫ്രയറിൽ എന്താ ഒന്നും ഉണ്ടാക്കാത്തത്, വെയിറ്റിംഗ് ആണെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും എയർ ഫ്രയറിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ലെഗ് പീസാണ് കേട്ടോ എടുത്തുള്ളത്. 4 ലെഗ് പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചിക്കന് 4 കഷ്ണം ആക്കിയിട്ടുള്ള ആ ഒരു പീസ്. അപ്പോൾ 4ഉം ഞാൻ ലെഗ് പീസിൻ്റെ ഭാഗം കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് വരട്ട് കൊടുക്കുക. നമ്മളെ മസാലയൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മാറ്റി വെച്ച ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് വറ്റൽമുളക്, എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു പിടിയോളം മല്ലിച്ചപ്പും കൂടി, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്, ചതച്ച് മാത്രം എടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്കാണ് നമ്മൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കശ്മീരി ചില്ലിയാണ് കേട്ടോ കളറിന് ആവശ്യമുള്ളത്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയും പകരം വിനാഗിരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കേണ്ട, കാരണം നമ്മൾ എയർ ഫ്രയറിലാണ് ഇത് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഒരു 1/4 കപ്പോളം കോൺഫ്ലവറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു ചിക്കൻ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ നിങ്ങൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ രാവിലെയാണ് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം, അതായത് ഓവർനൈറ്റ് നിങ്ങൾ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു മാരിനേഷൻ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ, ഞാൻ ഏകദേശം ഉച്ചയ്ക്കാണ് കേട്ടോ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 7 മണിയാകുന്ന സമയത്ത് ഞാൻ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിതാ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകല്ല, ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഫിലിപ്സിൻ്റെ പുതിയ മോഡൽ എയർ ഫ്രയറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയറിൻ്റെ ആ ഒരു ഇത് എടുത്ത ശേഷം അതിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് യൂസേജാണ് നമ്മളെ എയർ ഫ്രയറിൽ കേട്ടോ. ഈ ഒരു എയർ ഫ്രയറിൽ 350ഓളം റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? പക്ഷേ വിശ്വസിച്ചേ പറ്റുള്ളൂ. ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ആയതുകൊണ്ട് 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ടെമ്പറേച്ചർ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ സമയം എന്ന് പറയുന്നത് 15 മിനിറ്റോളമാണ് ഞാൻ സമയം സെലക്ട് ചെയ്തത്. നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആയിക്കോളൂ കേട്ടോ. ഈ ഒരു എയർ ഫ്രയർ ഞാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ വെബ്സൈറ്റ് വഴിയായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താല്പര്യമുള്ള ആൾക്കാർ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ എനിക്ക് ഡെലിവറി ആയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറിയാണ്. അതേപോലെ അവരുടെ കസ്റ്റമർ കെയർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടീവും കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഒരു ഭാഗം ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധം ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബ്രഷ് ചെയ്ത് കൊടുത്താലും ആ ഒരു എണ്ണ കംപ്ലീറ്റ് ആയിട്ടും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാണാം. ആ ഒരു പാത്രം കണ്ടാൽ മനസ്സിലാവും, 2 തട്ടായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള ആ എണ്ണ കംപ്ലീറ്റ് താഴോട്ട്, ആ ചിക്കൻ്റെ എണ്ണ അടക്കം താഴോട്ടേക്ക് ഇതാക്കി പോവും. അതുപോലെ ഞാൻ ഒരു ഭാഗം ഫുള്ളായിട്ട് വെന്ത ശേഷം മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി അതേപോലെ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റോളം രണ്ടാമത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിവിടെ കാവൽ കാത്ത് നിൽക്കൊന്നും വേണ്ട. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വേറെ എന്ത് ജോലി എടുത്താലും ഇതിൻ്റെ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും കേട്ടോ. 2 ഭാഗവും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചിക്കന്, അതായത് ആ ഒരു ലെഗ് പീസിന് ചിക്കൻ ഇങ്ങനെ താഴേക്ക് വീഴുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ, പൊളിഞ്ഞു പോരുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസ് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള 2 പീസും ഇതേപോലെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുബൂസിൻ്റെ കൂടെയോ, അല്ല കുബൂസൊന്നും ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ ഞാനിതാ ഇന്നലെ കുബൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മസാല എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് സോസും അതേപോലെ സോയാ സോസ്, അതേപോലെ ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ കുബൂസിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ.
അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.